പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്ററായ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ്. ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്. ഒരു വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ്റെ സ്കോപ്പ് എന്താണ്, അതുപോലെ ലൈഫ് എന്താണ്. സ്കോപ്പ്, അതിൻ്റെ ലൈഫ്. എന്താണ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ഒരു പ്രോഗ്രാമിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഒരു വേരിയബിൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് എന്ത് സ്കോപ്പ് എന്ന് പറയുന്നത്. എന്താണ് സ്കോപ്പ്? സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ഒരു പ്രോഗ്രാമിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നമുക്കൊരു വേരിയബിൾ ഉപയോഗിക്കാം. ഫങ്ഷൻ ആണെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നമുക്ക് ആ ഫങ്ഷൻ ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഒരു ഫങ്ഷനിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ എന്താണ്, എപ്പോഴാണ് അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, എത്ര സമയം മെമ്മറിയിൽ ആ വേരിയബിൾ അല്ലെങ്കിൽ ആ ഫങ്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് എന്ത് ലൈഫ് എന്ന് പറയുന്നത്. നോക്കാം. ദിസ് സ്കോപ്പ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types. ഫസ്റ്റ് വൺ ലോക്കൽ സ്കോപ്പ്, ദെൻ സെക്കൻഡ് വൺ ഗ്ലോബൽ സ്കോപ്പ്. ഇങ്ങനെ 2 രൂപത്തിലുള്ള സ്കോപ്പുകളാണ് ഉള്ളത്. എന്താണ് ലോക്കൽ സ്കോപ്പ്? ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ലോക്കൽ സ്കോപ്പിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദിസ് വേരിയബിൾ ഈസ് ഡിക്ലയർഡ് ഇൻസൈഡ് എ ഫങ്ഷൻ. ഒരു ഫങ്ഷന്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലയർ ചെയ്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ, ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ലോക്കൽ സ്കോപ്പ് എന്ന് പറയാം. ഓക്കെ. ഇനി ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ, ഇഫ് വി ആർ ഡിഫൈൻഡ് എ വേരിയബിൾ ഔട്ട്സൈഡ് ഓൾ ഫങ്ഷൻ, എല്ലാ ഫങ്ഷനും പുറത്ത് നമ്മൾ ഒരു വേരിയബിളോ അല്ലെങ്കിൽ ഒരു ഫങ്ഷനോ ഡിക്ലെയർ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയാം. അല്ല, നമ്മൾ ഹെഡർ ഫയൽ എഴുതി യൂസിങ് നെയിം സ്പേസ് std എഴുതി എന്നിട്ട് int a എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ a എന്ന് പറയുന്ന വേരിയബിൾ ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ഉള്ളിലാണോ? അല്ല. അപ്പോൾ അത് എല്ലാത്തിനും പുറത്താണ്. അതിനെയാണ് ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ 2 ടൈപ്പ് സ്കോപ്പാണുള്ളത്. ഒന്ന് ലോക്കൽ സ്കോപ്പ്, മറ്റൊന്ന് ഗ്ലോബൽ സ്കോപ്പ്. ഇനി ഈ ലോക്കൽ സ്കോപ്പിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത, ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ നമ്മൾ ലോക്കൽ സ്കോപ്പിലാണ് ഉള്ളതെങ്കിൽ, ഇഫ് എ വേരിയബിൾ ഓർ എ ഫങ്ഷൻ ഈസ് ഡിക്ലയർഡ് ഇൻസൈഡ് എ ഫങ്ഷൻ ഓർ എ ബ്ലോക്ക്. ഒരു വേരിയബിൾ എപ്പോഴാണ് ഒരു ഫങ്ഷൻ ലോക്കൽ ആവാന്നാണ് പറയുന്നത്. ഒരു വേരിയബിൾ ഒരു ഫങ്ഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം എ ലോക്കൽ വേരിയബിൾ. ഒരു ലോക്കൽ വേരിയബിൾ ആകും. അല്ലെങ്കിൽ ഒരു ഫങ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കൽ ഫങ്ഷനായിട്ട് മാറും. ഇനി ഈ ലോക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ഫങ്ഷൻ എവിടേക്കാണ് ആക്സസിബിൾ? ലോക്കൽ ആണെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലി ഇൻ ദാറ്റ് ഫങ്ഷൻ. ഒരു വേരിയബിൾ നമ്മൾ ലോക്കലായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഫങ്ഷന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ. അപ്പോൾ എപ്പോഴാണ് ലോക്കലാവുക? അതിൻ്റെ ആക്സസിബിലിറ്റി എവിടേക്കാണ് അവൈലബിൾ ആകുക. ഇനി ഇതിൻ്റെ മെമ്മറി സ്പേസ്, ലൈഫിനെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. എപ്പോഴാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക? മെമ്മറി അലോക്കേറ്റഡ് വെൻ ദ ഫങ്ഷൻ ഈസ് ആക്റ്റീവ്. ആ ഫങ്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു വേരിയബിൾ, ലോക്കൽ വേരിയബിൾ ഉണ്ടെങ്കിൽ അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക അത് ആക്റ്റീവ് ആകുമ്പോഴാണ്, അത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. എന്നിട്ട് എപ്പോഴാണ് ആ മെമ്മറി റിലീസ് ആകുക? It is freed when the execution of the program
ഫങ്ഷൻ കംപ്ലീറ്റഡ്. ആ ഫങ്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ മെമ്മറി എന്താകും? റിലീസാകും. ഓക്കെ, അപ്പോൾ memory is allocated when the function is active and it is freed when the execution of that function is completed. ഓക്കെ, അതാണ് ലോക്കൽ സ്കോപ്പിൻ്റെ പ്രത്യേകത. ഇനി ഗ്ലോബൽ സ്കോപ്പ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് എപ്പോഴാണ് ഗ്ലോബൽ ആവുക? ഇഫ് എ വേരിയബിൾ ഇസ് ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓൾ ദ ഫങ്ഷൻ, എല്ലാ ഫങ്ഷൻസിൻ്റെയും പുറത്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അത് ഗ്ലോബൽ സ്കോപ്പാണ്. ആൻഡ് ഇറ്റ് വിൽ ബി അവൈലബിൾ ടു ഓൾ, ആ പ്രോഗ്രാമിൽ എൻറ്റയർ പ്രോഗ്രാമിൽ അത് അവൈലബിൾ ആകും, എവിടെ നമുക്ക് ഉപയോഗിക്കാം. ഇനി മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ്? മെമ്മറി ഈസ് അലോക്കേറ്റഡ് ജസ്റ്റ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യും? മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ആൻഡ് ഫ്രീഡ് വെൻ ദ പ്രോഗ്രാം സ്റ്റോപ്സ് ഇറ്റ്സ് എക്സിക്യൂഷൻ. അത് ഫ്രീ ആകുന്ന സമയം പ്രോഗ്രാം മൊത്തം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആകുമ്പോഴേ എന്താവുള്ളൂ? ആ മെമ്മറി റിലീസാവുള്ളൂ, ഫ്രീ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇത് വിശദമായിട്ട് ഫങ്ഷൻ അതുപോലെ വേരിയബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം ഒന്ന് നോക്കണം. ഓക്കെ, ഇപ്പം എന്ത് പറഞ്ഞു? സ്കോപ്പ് എന്താണ്, ലൈഫ് എന്താണ്, ലോക്കൽ സ്കോപ്പ് എന്താണ്, ഗ്ലോബൽ സ്കോപ്പ് എന്താണ്? ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഞാൻ ചെറിയൊരു എക്സാമ്പിളാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് വലിയ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് എഴുതി, യൂസിങ് നെയിം സ്പേസ് std എന്ന് എഴുതി, ഇൻറ്റ് എക്സ് ഇൻറ്റ് മെയിൻ ഇൻറ്റ് a, b എൻ്റർ ab c in ab x equal to a plus b c out x ഇങ്ങനെ കൊടുത്തു. ഇവിടെ നോക്കാം, ഇതിലേതാണ് ഗ്ലോബൽ വേരിയബിൾ? എല്ലാ ഫംഗ്ഷനും ഇവിടെ ആകെ ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ്റെ പുറത്ത് ഡിക്ലെയർ ചെയ്തതാണെന്ത്? ഗ്ലോബൽ വേരിയബിൾ. അപ്പോൾ ഈ എക്സ് ആണ് ഗ്ലോബൽ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷന് പുറത്ത് ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്കിത് എവിടേക്ക് യൂസ് ചെയ്യാം? ഈ ഗ്ലോബൽ വേരിയബിൾ ഈ പ്രോഗ്രാമിൽ എവിടെയും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ എക്സ് ഈക്വൽ ടു a plus b എന്ന് എക്സ് ഇവിടെ ഉപയോഗിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഗ്ലോബൽ ആയതുകൊണ്ട് നമുക്ക് എവിടെയും ഉപയോഗിക്കാം. ഇനി വേറെ രണ്ട് വേരിയബിളാണ് എയും ബിയും. ഈ എയും ബിയും നമ്മൾ ഡിക്ലെയർ ചെയ്തത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേര് ലോക്കൽ വേരിയബിൾ എന്നാണ്. ലോക്കൽ വേരിയബിൾ. ഈ ലോക്കൽ വേരിയബിളിന് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിനെ പുറത്ത് നമുക്ക് ഇനി ഇവിടെ ഈ ഫംഗ്ഷനെ പുറത്ത് എവിടെയെങ്കിലും മറ്റുള്ള ഫംഗ്ഷനുകളിലൊന്നും നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് ലോക്കലും ഗ്ലോബലും. അതിന് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിലാണെങ്കിൽ, ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ ലോക്കൽ, അതിന് പുറത്താണെങ്കിൽ ഗ്ലോബൽ. ഓക്കെ, അപ്പോൾ കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നില്ല. ഇനി ക്ലിയർ ആയ ആളുകൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2-3 ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വേരിയബിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് വാലിഡ്, ഏതൊക്കെയാണ് ഇൻവാലിഡ് എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടുകൂടി ഈ ഒരു വീഡിയോയോട് കൂടി ഫങ്ഷൻസ് എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ C++ എന്ന് പറയുന്ന പാഠഭാഗം ഇനി നമുക്ക് പഠിക്കാൻ ഇല്ല. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ C++ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലേക്കാണ് ഇനി പോകാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.